ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോസ് ഒന്നും ഇല്ലായിരുന്നു അല്ലേ? 3-4 ദിവസമായിട്ട് ഒരു വീഡിയോസും ഇട്ടിട്ടില്ല. എൻ്റെ ഒരു അപ്ഡേറ്റും ആരും അറിഞ്ഞിട്ടില്ല. എൻ്റെ യൂട്യൂബിലെ ഫ്രണ്ട്സൊക്കെ തന്നെ നേരിട്ട് വന്ന് നമ്മുടെ വാട്സാപ്പിൽ ഇൻസ്റ്റയിലൊക്കെ വന്ന് ചോദിച്ചു കേട്ടോ, എന്താണ് വീഡിയോസൊന്നും കാണുന്നില്ലല്ലോ, എന്ത് പറ്റി എന്നൊക്കെ. ചിലർ ചോദിച്ച് നിർത്തിയോ എന്ന് വരെ ചോദിച്ചു കേട്ടോ. അപ്പോൾ നമ്മുടെ കണ്ണൻകുട്ടനെയും കൊണ്ടൊന്ന് ആശുപത്രിയിലായിപ്പോയി. കണ്ണൻകുട്ടന് പനിയും കഫക്കെട്ടൊക്കെ വന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ മതിലക ഹോസ്പിറ്റലിൽ തന്നെ അഡ്മിറ്റായി കേട്ടോ. അപ്പോൾ ഇപ്പോൾ എല്ലാം മാറിയിട്ടുണ്ട്. ഞങ്ങളിന്ന് ഡിസ്ചാർജ് ആവുകയാണ്. ഞങ്ങൾ ചൊവ്വാഴ്ചയാണ് അഡ്മിറ്റായത്. ചൊവ്വാഴ്ച അഡ്മിറ്റായിട്ട് ഇന്നിപ്പോൾ വെള്ളിയാഴ്ചയായി. പിന്നെ ഞങ്ങളെ വിടും. ചെറിയൊരു ചുമ പിന്നെ ഉണ്ട്. അത് ഈ കരയും. ആൾ ഇച്ചിരി വാശി പിടുത്തമുണ്ടല്ലോ. അസുഖമൊക്കെ വന്നു കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര വാശിയായിരിക്കുമല്ലോ. അങ്ങനെ ഇച്ചിരി വാശിയൊക്കെ ആയപ്പോഴത്തേക്കും ആളൊന്ന് ഇടയ്ക്കൊന്ന് ചുമയ്ക്കുന്നുണ്ട്. അല്ലാതെ കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾ വന്നപ്പോൾ ഇച്ചിരി ചൂടുണ്ടായിരുന്നു. ചുമ നല്ലപോലെ ഡ്രൈ കഫായിരുന്നു. കഫക്കെട്ടായി പോയി കേട്ടോ. അതുകൊണ്ടാണേ, വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇത് കണ്ണൻകുട്ടൻ ഇവിടെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാവേ. ദേ നമ്മുടെ കണ്ണൻകുട്ടന് ഇരിക്കുന്നുണ്ടോ? ചോറ് കഴിച്ചോ? ചോറൊക്കെ കഴിച്ചോ? പിന്നെ ഹായ് ഹായ് ഇങ്ങനെ പറ. ഹായ് ഒച്ചത്തിൽ പറ. ഉവ്വൊക്കെ മാറിയോ? നല്ല ഉറക്കക്ഷീണവും പിന്നെ മരുന്ന് കഴിച്ചതിൻ്റെ ചെറിയൊരു ക്ഷീണമൊക്കെ പുള്ളിക്കാരനുണ്ട്. അല്ലാതെ കുഴപ്പമൊന്നുമില്ല. പിന്നെ കുറേ കരഞ്ഞു, ആൾ പേടിച്ചു പോയി. അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല. ഈ കയ്യിലായിരുന്നു കേട്ടോ സൂചി, പിന്നെ ഈ കയ്യിലോട്ട് മാറ്റി. അങ്ങനെ അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടൊക്കെ മാറ്റിയപ്പോഴത്തേക്കും ആൾക്കങ്ങ് വേദനിച്ച്. കുഞ്ഞു ആവയല്ലേ, അപ്പം കരയൂലേ അല്ലേ? കുഞ്ഞു കരഞ്ഞു അല്ലേ? അപ്പോൾ കണ്ണൻകുട്ടനോട് ഒരുപാട് പേര് ചോദിച്ചു, എന്ത് പറ്റി കണ്ണൻകുട്ടനെന്ന് ചോദിച്ചായിരുന്നു കേട്ടോ. കണ്ണൻകുട്ടന് എന്ത് പറ്റിയതായിരുന്നു? ഒച്ചത്തിൽ പറ. പനിയും ചുമയും വന്നല്ലേ? ഇപ്പം എല്ലാം മാറിയോ വാവയുടെ? ഇപ്പം കണ്ണൻകുട്ടനില്ലേ ഒന്ന് വീട്ടിൽ പോയാൽ മതിയല്ലേ? അപ്പോൾ ഇന്നലെ കണ്ണൻകുട്ടന് വയറുവേദന എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ സ്കാനൊക്കെ ചെയ്ത് കേട്ടോ. ഡോക്ടർ പേടിച്ചു പോയി. വേറെ ഒന്നുമല്ല, കണ്ണൻകുട്ടന് ടോയ്ലറ്റിൽ പോകാനുള്ളൊരു മടി കാരണം കണ്ണൻകുട്ടന് 2-3 ദിവസം പോയില്ലായിരുന്നു. അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വന്നപ്പോഴത്തേക്ക് അതൊക്കെ മാറി കേട്ടോ. പിന്നെ അവൻ ടോയ്ലറ്റിലൊക്കെ പോയി ഒക്കെ ആയി. ഇപ്പം കണ്ണൻകുട്ടനൊന്ന് വീട്ടിൽ പോകണം. എന്നിട്ട് എന്ത് കാണണം? ഓഗി ആൻഡ് ദി കോക്രോച്ച് അല്ലേ? കണ്ണൻകുട്ടന് ഭയങ്കര ഇഷ്ടമാട്ടോ ഓഗി. പിന്നെന്തുവാ ഡോറ, ഇതൊക്കെ കാണണം. നമ്മൾ ഫോണിൽ കൊടുത്താലും കണ്ണൻകുട്ടന് TV-യിൽ കാണാനാണ് ഇഷ്ടം. ഫോൺ അങ്ങനെ അങ്ങോട്ട് യൂസ് ചെയ്യത്തില്ല. കുറച്ചൊക്കെ ഉപയോഗിക്കും. അങ്ങനെ അഡിക്റ്റ് ഒന്നുമല്ല ഫോണിൽ, കുറച്ചൊക്കെ ഒന്ന് ഉപയോഗിക്കും. പിന്നെ ഞങ്ങൾക്ക് TV-യിൽ കാണണം അല്ലേ? TV-യിൽ കാണണം. അതാണ് ആൾക്ക് എങ്ങനെയെങ്കിലും ഈ മുറിന്നൊന്ന് പോയാൽ മതി. അപ്പം പൊന്നുകുട്ടീനെ അഡ്മിറ്റായ അതേ ഹോസ്പിറ്റൽ തന്നെയായിരുന്നു കേട്ടോ. പൊന്നുകുട്ടീനെ 2-3 മാസം മുമ്പ് നമ്മൾ അഡ്മിറ്റ് ആയല്ലോ. അപ്പോൾ ആ ഹോസ്പിറ്റൽ തന്നെയാണ് ഇത്. പക്ഷെ ഞങ്ങളിപ്പോൾ മേളത്തെ നിലയിലാണ് ഞങ്ങൾക്ക് റൂം കിട്ടിയത്. ഇത് അത്യാവശ്യം വലിപ്പമുണ്ട് കേട്ടോ. പൊന്നുകുട്ടിയുടെ റൂമിനെക്കാട്ടിൽ ഇച്ചിരിയും കൂടെ വലിപ്പമൊക്കെ ഉണ്ട്. അപ്പോൾ വീഡിയോസ് ഒന്നും ഇടാത്തതിൻ്റെ കാരണം വേറൊന്നുമല്ല, നമ്മൾ പൊന്നുകുട്ടീനെ ആയിരുന്നു അപ്പോൾ ഹോസ്പിറ്റലിൽ ഫസ്റ്റ് തൊട്ടുള്ള അപ്ഡേറ്റ് ഒക്കെ ഇട്ടായിരുന്നു അല്ലേ? ഇതെനിക്ക് പറ്റിയില്ല കേട്ടോ. വേറൊന്നുമല്ല, കണ്ണൻകുട്ടൻ ഭയങ്കര വാശിയായിരുന്നു. ഭയങ്കര വാശി കരച്ചിലൊക്കെ ആയതുകൊണ്ട് എനിക്ക് അങ്ങനെ വീഡിയോസ് ഒന്നും ഇടാൻ പറ്റിയില്ല. എടുത്തുകൊണ്ട് നടക്കുകയൊക്കെ വേണ്ടി വന്നു. വേറൊന്നുമല്ല, വയ്യാഴികയുടേതും പിന്നെ മരുന്ന് കഴിക്കുന്നതിൻ്റെയും പിന്നെ എന്താണ് മരുന്ന് ചെല്ലുമല്ലേ, അപ്പോൾ അതിൻ്റെയും പിന്നെ ആൾക്ക് എന്താ പറയുന്നത് ഇവിടെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അതാണ് ഒരു കാരണം. ഹോസ്പിറ്റലിൽ ഫസ്റ്റ് ടൈം കിടക്കുന്നതിൻ്റെ ഒരിത് അതുകൊണ്ടൊക്കെ ആയിരിക്കാം ആൾ ഭയങ്കര വാശി. അപ്പോൾ ഇന്ന് നമ്മുടെ സബ്സ്ക്രൈബറും പിന്നെ നമ്മുടെ കണ്ണൻകുട്ടൻ്റെ ഫ്രണ്ടിൻ്റെ അമ്മ വിളിച്ചപ്പോൾ പറഞ്ഞു, ആ മോളും ഇതാണ് ആശുപത്രി കിടന്നപ്പോൾ ഭയങ്കര വാശിയായിരുന്നേ. നമ്മുടെ കണ്ണൻകുട്ടന് ഞാൻ ഇതുവരെ ഇങ്ങനെ ഒരു മുഖം കണ്ടിട്ടില്ല കേട്ടോ. അത്രയ്ക്ക് വാശിയായിരുന്നു, ഭയങ്കര കരച്ചിലായിരുന്നു. ഇന്നലെ രാജേഷൻ ജോലിക്ക് പോകണമായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ തന്നെയാണ് ഹോസ്പിറ്റലിൽ ഇരുന്നത്. അപ്പോൾ അതും കൂടെ ആയപ്പോഴത്തേക്കും അച്ഛൻ ജോലിക്ക് പോയി, പൊന്നുകുട്ടി സ്കൂളിൽ പോയി. അപ്പോൾ ഇതെല്ലാം കൂടെ വന്നപ്പോഴത്തേക്കും ആളങ്ങ് ഭയങ്കര, ഇന്നലെയെന്ന് വെച്ചാൽ ഭയങ്കര വാശിയായിരുന്നു, നല്ല വാശിയായിരുന്നു. അപ്പോൾ എനിക്ക് വീഡിയോ ഇന്നലെ ഞാൻ എടുക്കണം. കണ്ണൻകുട്ടൻ്റെ ഹോസ്പിറ്റലാണ് ഇങ്ങനെ വയ്യാതായി. പിന്നെ കണ്ണൻകുട്ടനെ
എപ്പോഴും പനി വരുമായിരുന്നു കേട്ടോ. എപ്പോഴും പനി, പ്രതിരോധശേഷി ഭയങ്കര കുറവാണ്. അപ്പോൾ എപ്പോഴും പനിയൊക്കെ വരുമ്പോൾ നമ്മുടെ ഡോക്ടർ തന്നെ പറഞ്ഞായിരുന്നു നമുക്കൊന്ന് അഡ്മിറ്റ് ചെയ്ത് ഒന്ന് ഡീറ്റെയിൽ ചെക്കപ്പ് ഒക്കെ ചെയ്യണം. നമ്മൾ എപ്പോഴും കുഞ്ഞുങ്ങൾക്ക് പനി വരുമ്പോൾ നമ്മൾ ഇച്ചിരി ചെക്കപ്പ് ഒക്കെ നടത്തുന്നത് നല്ലതായിരിക്കുമല്ലോ. അപ്പോൾ ഞങ്ങളങ്ങനെ കോട്ടയത്ത് കൊണ്ടുപോയായിരുന്നു. അങ്ങനെയാണ് കണ്ണൻകുട്ടന് ബ്ലഡിൻ്റെ കുറവാണെന്ന് അറിഞ്ഞു, അനീമിയ ഉണ്ടല്ലോ, അങ്ങനെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടെന്ന് അറിഞ്ഞു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് മാറിക്കഴിഞ്ഞ് ഞാൻ അംഗനവാടി വിട്ട് കേട്ടോ. അംഗനവാടി വിട്ട് പിന്നെ അവിടെ നിന്നാണ് പനി പിടിച്ചത്. അപ്പോൾ ഇപ്പോൾ കുഴപ്പമില്ല, ആൾ ഓക്കെയാണ്. പിന്നെ ഉറക്കത്തിൻ്റെ ഒരു കുഴപ്പമുണ്ട്. ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ നമ്മൾ ഉറക്കമൊക്കെ ഇച്ചിരി ഇതാവുമല്ലോ. പിന്നെ ചില ആളുകൾ പറയുന്നേ, എന്താ പറയുന്ന, ഇപ്പോൾ പൊന്നുകുട്ടി ഹോസ്പിറ്റലിൽ കിടന്നു, ഞാൻ കണ്ണൻകുട്ടനും ഇപ്പോൾ കിടന്നു. അപ്പം എന്താ ഇങ്ങനെ കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും അസുഖം, അങ്ങനെ എൻ്റെ നോട്ടക്കുറവ് കൊണ്ടാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നമ്മൾ ഏത് അമ്മമാരാണ് നമ്മുടെ മക്കളെ നോക്കാതിരിക്കുന്നത്? എല്ലാവരും ഇപ്പോൾ ഞാനൊരു ഹൗസ് വൈഫും കൂടെയാണ്. എനിക്ക് വേറെ ജോലി പ്രത്യേകിച്ചൊന്നുമില്ല. വീട്ടിൽ ചോറ് കറി വെക്കുക, വീട് വൃത്തിയാക്കുക, അവരുടെ തുണി കഴുകുക, അല്ലേ, നമ്മുടെ ഹസ്ബൻഡിന് ഫുഡ് ഉണ്ടാക്കുക കൊടുക്കുക, അവരുടെ ഇതൊക്കെയാണ് നമ്മളുടെ ഇപ്പം എൻ്റെ ജോലി. എൻ്റെ ജോലി. അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. എൻ്റെ 2 മക്കളെ നോക്കുക, അവരെ പഠിപ്പിക്കുക, ഇതൊക്കെയാണ് ജോലി. അപ്പോൾ ചില ആളുകൾ പറയുന്നതാണ് എൻ്റെ നോട്ടക്കുറവ് കൊണ്ടാണ് എൻ്റെ കുഞ്ഞിന് ഇങ്ങനെയൊക്കെ വരുന്നത്. ഒരിക്കലുമല്ല. അപ്പോൾ ഇവിടെ ഓരോ റൂമിലും ആളുകളുണ്ട്. ഞാനത് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഞാൻ ഇടാം കേട്ടോ. ഓരോ റൂമിലും താഴെയൊക്കെ നിറച്ച് കുട്ടികളാണ്. കുഞ്ഞുകുട്ടി കിടന്ന റൂമിലൊക്കെ ഫുള്ള്, ഏതോ 1, 2, 3 റൂമേ ഉള്ളൂ ഇവിടെ ഫില്ലാകാത്ത, അല്ലാതെ ഫുള്ള് അഡ്മിറ്റാണ് കുഞ്ഞുങ്ങളെയും കൊണ്ട്. പിന്നെ ഒരു കാര്യം പറയാം, ഇപ്പം ക്ലൈമറ്റ് വളരെ മോശമാണ്. സന്ധ്യ 6 മണി കഴിഞ്ഞാൽ മഞ്ഞാണ്, അല്ലേ. പകല് ഒരു 10 മണിക്ക് ശേഷം നല്ല വെയിലാണ്. പിന്നെ കുഞ്ഞു കുട്ടികൾക്ക് നല്ല പോലെ പനി സ്പ്രെഡാകുന്നുണ്ട്. അപ്പോൾ മാക്സിമം അമ്മമാർ ശ്രദ്ധിക്കണം. സ്കൂളിലും അംഗനവാടിയിലൊന്നും കുറച്ചാളത്തേക്ക് വിടണ്ട. കാരണം ഇപ്പോൾ കണ്ടില്ലേ, ഇതാണ് അവസ്ഥ. അതുകൊണ്ട് അപ്പോൾ ഇപ്പോൾ സ്പ്രെഡാകുന്നുണ്ട് അസുഖങ്ങൾ. പഴയ ഒരു കാലമല്ല. പണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം എൻ്റെയൊക്കെ കുട്ടിക്കാലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പനി വന്നാൽ അതൊക്കെ പെട്ടെന്ന് മാറും. പിന്നെ ബ്ലഡ് ടെസ്റ്റ്, എൻ്റെയൊന്നും കുട്ടിക്കാലത്ത് ഇങ്ങനെ പനി വരുമ്പോഴൊന്നും ബ്ലഡ് ടെസ്റ്റൊന്നും ചെയ്തായിട്ട് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെയല്ല. നമ്മുടെ കുഞ്ഞുമക്കൾക്ക് ഒരു ചെറിയ കാര്യം വന്നാൽ പോലും ഉടനെ അവർ ബ്ലഡ് ടെസ്റ്റ് ചെയ്യും. അപ്പോൾ ബ്ലഡിൽ ഇൻഫെക്ഷൻ ഉണ്ടെന്ന് അറിയാൻ പറ്റും. മനസ്സിലായോ? അങ്ങനെ പല ടെസ്റ്റുകളൊക്കെ വന്നു. അപ്പോൾ ഒരുപാട് ടെസ്റ്റുകളൊക്കെ ചെയ്യും. അതൊക്കെ ഒരു പ്രധാനപ്പെട്ടൊരു കാരണമാണ്. പിന്നെ കണ്ണന് ഞാൻ 1-2 പേരുടെ അവരുടെ ഒരു ഇത് കിട്ടിയിട്ട് ഞാൻ കണ്ണന് കണ്ടമാനം പാല് കൊടുത്തു. എന്നു വെച്ചാൽ കണ്ണൻ കൂടെ ക്ഷീണിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഈ കുറച്ച് നാളായിട്ട് ഭയങ്കര ക്ഷീണമായിരുന്നു. എപ്പോഴും പനി വരുന്നതുകൊണ്ട് കണ്ണൻകുട്ടന് ഭയങ്കര ക്ഷീണമായിരുന്നേ. അപ്പോൾ കുറേ പേര് എൻ്റെ അടുത്ത് പറഞ്ഞു പാലൊക്കെ കൊടുക്ക്, മുട്ട കൊടുക്ക്, അങ്ങനത്തെ ഭക്ഷണങ്ങളൊക്കെ കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, രാവിലെയും വൈകിട്ടൊക്കെ കണ്ണൻകുട്ടന് നന്നായിട്ട് പാല് കൊടുത്തു കേട്ടോ. വെള്ളമൊക്കെ ചേർത്താണ് കൊടുക്കുന്നത്, എങ്കിലും നന്നായിട്ട് പാല് കൊടുത്തു കഴിഞ്ഞപ്പോൾ കഫക്കെട്ടായി. അപ്പോൾ നമ്മൾ ഇപ്പം മറ്റുള്ളവരുടെ സജഷൻസ് നമ്മൾ വാങ്ങിച്ച് നമ്മുടെ മക്കളെ വളർത്തേണ്ട ആവശ്യമില്ല. നമുക്കറിയാവുന്ന രീതിയിൽ നമ്മൾ വളർത്തുന്നതായിരിക്കും എപ്പോഴും നല്ലത് കേട്ടോ. അങ്ങനെ ഇതൊക്കെ പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല. ഇപ്പം പൊന്നുകുട്ടി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയപ്പോഴും ഞാനിങ്ങനെ കുറച്ച് ആളുകളിങ്ങനെ പറഞ്ഞു കേട്ടു. പിന്നെ പറയുന്നുണ്ട് ഞാൻ എൻ്റെ യൂട്യൂബ് തുടങ്ങിയിട്ടാണ് എൻ്റെ പിള്ളേർക്ക് അസുഖം വന്നതെന്ന് വരെ പറയുന്ന ആളുകളുണ്ട്. നീ യൂട്യൂബ് നിർത്ത്, എന്തിനാ യൂട്യൂബിലിടുന്നത്, നിനക്ക് കാശൊന്നും കിട്ടി തുടങ്ങിയില്ല. ആർക്കും യൂട്യൂബ് തുടങ്ങി ഉടനെ പൈസ കിട്ടത്തില്ല. കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇട്ടിട്ട് ഇപ്പം നമ്മൾക്കറിയാവുന്ന ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ടല്ലോ, അവർക്ക് എല്ലാവർക്കും കണ്ടിന്യൂസ് ആയിട്ട് ഏകദേശം 2-3 വർഷം അവർ വീഡിയോസ് ഇട്ടിട്ടിട്ടാണ് അവർക്കിപ്പോൾ അത്യാവശ്യം പൈസയൊക്കെ ആയി. എനിക്കറിയാവുന്ന ഒരുപാട് പേരുണ്ട്. നമ്മുടെ ഇപ്പോൾ ഫ്രണ്ട്സായിട്ടുണ്ട്, മോണിറ്റൈസിങ് പൈസയൊക്കെ കിട്ടിയ ഒരുപാട് പേര് നമ്മുടെ വാട്സാപ്പിൽ ഫ്രണ്ട്സായിട്ടുണ്ട്. അവരോടൊക്കെ ചോദിക്കുമ്പോൾ അവർ പറയും ചിലവർക്ക് 2-3 വർഷം കൊണ്ടാണ് ഒന്ന് സെറ്റായി എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ ഇടയ്ക്കൊരു കോള് വന്നായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് ഇടയ്ക്കൊന്ന് മിസ്സായത്. അപ്പോൾ ഇന്ന് ഡിസ്ചാർജ് ആവുമല്ലേ, അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് രാജേഷന് വീട്ടിലോട്ട് പോയിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു തിരക്കായിരുന്നു. ഞാനപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല, നമ്മൾ ഇങ്ങനെയൊക്കെ ഹോസ്പിറ്റലൊക്കെ അഡ്മിറ്റ് ആകുന്നതൊക്കെ കാണുമ്പോഴത്തേക്കും ചില ആളുകളുടെ സംസാര രീതി ഇങ്ങനെ പേഴ്സണലി പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര വിഷമം തോന്നുന്നുണ്ട്. എനിക്ക് യൂട്യൂബ് തുടങ്ങിയത് കൊണ്ടല്ല എൻ്റെ കുഞ്ഞുങ്ങൾക്ക് പനി വന്നത്. അപ്പോൾ അപ്പുറത്ത് കിടക്കുന്നതൊക്കെ ആളുകൾക്ക് യൂട്യൂബൊന്നുമില്ല, അപ്പുറത്തവരാണെങ്കിൽ ജോലിയുള്ളവരാണ്.
അവർ ജോലിക്ക് പോകുന്നത് കൊണ്ടാണോ അവരുടെ കുഞ്ഞിന് പനി വന്നത്? ഒരിക്കലുമല്ല. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ ലോകത്ത് എനിക്കറിയാവുന്നതിൽ വെച്ചിട്ട് ഞാൻ പറയുകയാണ്, ഏത് അമ്മമാരാണ് കുഞ്ഞുമക്കളെ നോക്കാതിരിക്കുന്നത്? എനിക്കറിയില്ല കേട്ടോ. കുഞ്ഞു പിള്ളേരെ എല്ലാ അമ്മമാരും നോക്കും. എല്ലാ അമ്മമാരും കഷ്ടപ്പെട്ട് തന്നെയാണ് നോക്കുന്നത്. ഇപ്പം എൻ്റെ അമ്മയാണെങ്കിലും എന്നെ കഷ്ടപ്പെട്ട് തന്നെയാണ് വളർത്തിയത്. അതുപോലെ തന്നെ എല്ലാവരുടെയും, ഈ ലോകത്തിലുള്ള എല്ലാവരുടെയും അമ്മമാർ മക്കളെ നോക്കും. ഇപ്പം ഞാനാണേലും, ഇപ്പം ഞാൻ അമ്മയായി വന്നതേ ഉള്ളൂ. ഇപ്പം പൊന്നുകുട്ടിക്ക് 8 വയസ്സ് കഴിഞ്ഞു, 8 വർഷമായി. പിന്നെ കണ്ണൻകുട്ടന് 3. അപ്പം ഈ ഒരു കാലയളവിൽ അമ്മ എന്നുള്ള ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുന്നതാണ്. പിന്നെ ഇപ്പോഴത്തെ ക്ലൈമറ്റിൻ്റെയും കൂടെയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അസുഖങ്ങൾ വരുന്നത്. അല്ലാതെ ഞാൻ യൂട്യൂബ് തുടങ്ങിയത് കൊണ്ടോ അതൊന്നാണെന്ന് പറയരുത് കേട്ടോ. അതൊക്കെ ഭയങ്കര എന്താ പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല. ചില ആളുകളുടെ സംസാര രീതി കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ സങ്കടം തോന്നുവാണ്. എന്താണ് ഇവരൊക്കെ ഇങ്ങനെ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അവൾക്ക് അങ്ങനെ ഒരു കാര്യം, ഇപ്പം എന്നോട് എന്നെ അറിയാവുന്ന കുറച്ച് പേര് പറഞ്ഞ കാര്യമാണ്, എനിക്ക് അത്യാവശ്യം യൂട്യൂബിൽ അവതരിപ്പിക്കാൻ അറിയാം എന്ന് പറയുന്നുണ്ട്. അപ്പം ഞാൻ ഒരുപാട് ഇതായിട്ട് പറയുന്നില്ല, അത്യാവശ്യം എനിക്ക് അവതരിപ്പിക്കാൻ പറ്റുന്നുണ്ട്. അപ്പം നീ ഇത് കണ്ടിന്യൂ ചെയ്ത് പോകണം. സത്യം പറഞ്ഞാൽ അവരൊക്കെ അങ്ങനെ പറഞ്ഞപ്പോൾ മനസ്സുകൊണ്ട് ഞാൻ വിചാരിച്ചു, ഞാൻ ഇനി യൂട്യൂബ് മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല, നിർത്താം. പക്ഷെ ഇവിടെ രാകേഷ് അണ്ണൻ സമ്മതിക്കുന്നില്ല. അണ്ണനെ യൂട്യൂബ് ചെയ്യുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല. നമ്മുടെ ഭർത്താക്കന്മാർക്ക് ഒരു കുഴപ്പവും ഇല്ലെങ്കിൽ നമുക്കത് കണ്ടിന്യൂ ചെയ്യുന്നതിൽ ഒരു കുഴപ്പമില്ല, അല്ലേ? ഇപ്പം എനിക്ക് ഇവരൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ഒന്ന് ബാക്കിലോട്ടായി, വേണ്ട ഇടണ്ട എന്നുള്ളൊരു മനോഭാവമായി. പക്ഷെ ഇവിടെ ഒരു തരത്തിൽ സമ്മതിക്കുന്നില്ല, മുന്നോട്ട് തന്നെ പോകണമെന്നാണ്. പിന്നെ കണ്ണൻകുട്ടനെ ആദ്യത്തെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യാതിരുന്നത് വേറൊന്നും കൊണ്ടല്ല, നല്ല തിരക്കായിപ്പോയി. ചൊവ്വാഴ്ച വൈകിട്ട് ഒരു 7:30-8 മണിയോടുകൂടിയാണ് ഞങ്ങളെ അഡ്മിറ്റ് ആക്കിയത്. ബുധനാഴ്ചയൊക്കെ കണ്ണൻകുട്ടൻ നല്ല കരച്ചിലായിരുന്നു, വ്യാഴാഴ്ചയും കരച്ചിലായിരുന്നു. ഇന്നലെ നല്ല ഒരു രക്ഷയില്ലായിരുന്നു. ഒരു 4 മണിക്ക് ശേഷം, 3:30-ക്ക് ശേഷമാണ് കണ്ണൻകുട്ടൻ കുറച്ച് ഹാപ്പി ആയത്. നമ്മുടെ പൊന്നുകുട്ടി സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പൊന്നുകുട്ടീനെ ഇവിടെ ഓട്ടോക്കാരൻ കൊണ്ട് നിർത്തി തരും കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഒന്ന് ഹാപ്പിയായി. പിന്നെ എനിക്ക് കുറച്ച് ബിസി ആയിരുന്നു. ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ ഇതെല്ലാം ഉണ്ടാക്കിക്കൊണ്ട് വരണമായിരുന്നു. ഞങ്ങൾ കടയിൽ നിന്നൊന്നും അല്ല കേട്ടോ ഫുഡൊന്നും വാങ്ങിച്ചത്, എല്ലാം ഞാൻ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് വരുമായിരുന്നു. പൊന്നുകുട്ടിക്ക് സ്കൂളിലും പോകണമല്ലോ. അപ്പോൾ രാത്രി ഏകദേശം ഒരു 10 മണിയെങ്കിലും ആകുമ്പോൾ ഞാനും പൊന്നുകുട്ടിയും കൂടെ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലോട്ട് പോകും. 2 വീലർ ഉണ്ടല്ലോ. അപ്പോൾ ഞാനും പൊന്നുകുട്ടിയും കൂടെ രാത്രി കണ്ണൻകുട്ടൻ ഉറങ്ങിയതിന് ശേഷം 10 മണിയാകുമ്പോഴാണ് ഞാനും പൊന്നുകുട്ടിയും കൂടെ വീട്ടിൽ പോകുന്നത്. വീട്ടിൽ ചെന്ന് കഴിഞ്ഞാലും പിന്നെയും ജോലിയില്ലേ, ഞങ്ങൾക്ക് ഫുഡ് കഴിക്കണം. പിന്നെ നമ്മുടെ അരിയുഴുന്നൊക്കെ ഇട്ടിട്ടായിരിക്കും വരുന്നത്, അതൊക്കെ അരയ്ക്കണം, അപ്പത്തിന് അരയ്ക്കണം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ബിസി കാണും. 2-3 ദിവസമേ ഉള്ളെങ്കിലും നമ്മൾ നല്ല ബിസി ആയിപ്പോയി. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഒന്നും ഇടാൻ. ഒരുപാട് വീഡിയോസൊക്കെ എടുത്തതൊക്കെ ഉണ്ട് കേട്ടോ, പക്ഷേ എനിക്കതൊന്നും ഇടാനൊന്നും പറ്റിയില്ല. കയറി കിടക്ക്. കണ്ണൻകുട്ടൻ ഇങ്ങോട്ട് നീങ്ങി വന്ന് ഉറങ്ങാനുള്ള ലക്ഷണമൊക്കെ കാണുന്നുണ്ട്. അതുകൊണ്ട് നീക്കി കിടത്തിയതാണ്. അപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ ഞാൻ പൊതുവേ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ, അത്രയേ ഉള്ളൂ. അപ്പോൾ ദേ ഞാൻ രാവിലെ വന്നപ്പോൾ നമ്മുടെ കണ്ണൻകുട്ടൻ നല്ല ഉറക്കമായിരുന്നു കേട്ടോ. ഫുഡൊക്കെ ആയിട്ട് രാവിലെ വന്നപ്പോൾ കണ്ണൻകുട്ടൻ നല്ല ഉറക്കമാണ്. കണ്ണൻകുട്ടന് രാവിലെ ഇവിടെ ക്യാൻറ്റീൻ ഇടിയപ്പോ ഇഡ്ഡലി എന്തെങ്കിലും മേടിച്ചു കൊടുക്കും. രായേഷന് ഞാൻ കൊണ്ടുവന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയും അതിൻ്റെ ഇടയിൽ കോളിലുമാണ്. ജോലിക്ക് ഇന്ന് പോകാൻ പറ്റിയില്ല, അതുകൊണ്ടാണ്. ഇഡ്ഡലി ആയിരുന്നു കേട്ടോ, ഇന്ന് ഇഡ്ഡലിയും ചമ്മന്തിയായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ്. കണ്ണൻകുട്ടൻ നല്ല ഉറക്കം. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് മരുന്നൊക്കെ കഴിച്ചിട്ട് ആൾ നല്ല ഉറക്കമാണ്. അപ്പോൾ ഈ പ്രാവശ്യം ഞങ്ങൾക്ക് മേളത്തെ നിലയാണ് കേട്ടോ റൂം കിട്ടിയത്. അപ്പോൾ ആരോ ഇങ്ങനെ പറഞ്ഞു കേട്ടോ, റിലേറ്റീവാണ് പറഞ്ഞത്, സ്ഥിരം ഇവിടെ ഒരു റൂം വാങ്ങിച്ചിട്ടേക്ക് അതാ നല്ലതെന്ന്. അങ്ങനെയൊക്കെ പറയുന്ന ശരിക്കും പറഞ്ഞാൽ ഒരു തെറ്റായ വാചകമാണ്, അല്ലേ? ചിലർ പറയുന്നത് യൂട്യൂബ് തുടങ്ങിയത് കൊണ്ടാണ് ഇങ്ങനെ വന്നതെന്ന്. എനിക്കറിയില്ല എന്ത് ചിന്താഗതിയാണ് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന്. അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ഉള്ളവർ, ഞാൻ അവരോട് ചോദിച്ചു കേട്ടോ, നിങ്ങൾക്കൊക്കെ യൂട്യൂബ് ഉണ്ടോ എന്ന്. കാരണം എന്ന് വെച്ചാൽ ഞാൻ യൂട്യൂബ് ചെയ്യുന്നുണ്ട് ഇപ്പം. ഇനിയിപ്പം അവർക്കും അതുണ്ടോ, അതുകൊണ്ടാണ് അവരുടെ മക്കളും ആശുപത്രി വന്നതെന്ന് നമുക്കറിയണ്ടേ. ഇപ്പോഴത്തെ ക്ലൈമറ്റിൻ്റെ ആണ്, അതെല്ലാവരും ഒന്ന് മനസ്സിലാക്കുക. ഒരിക്കലും ഒരമ്മ നോക്കുന്നതിൻ്റെ കുഴപ്പം കൊണ്ടോ
അല്ലെങ്കിൽ നോക്കാത്തത് കൊണ്ടോ നോക്കുന്നത് കൊണ്ടോ അങ്ങനെയൊക്കെയുള്ള വാക്കുകൾ ഒരിക്കലും ഒരു അമ്മമാരോടും പറയരുത്. അവർ ആ കുഞ്ഞുമക്കളെ നോക്കുന്നതിൽ ഒരുപാട് ഇത് ചെയ്യുന്നുണ്ട് ഇല്ലേ. ഇപ്പോഴത്തെ കാലത്തൊക്കെ അമ്മമാർ ശരിക്ക് ഒരു ഇതെടുത്തല്ലേ അവർ കുഞ്ഞുങ്ങളെ നോക്കുകയും ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈ റൂമുകളിലൊക്കെ കുട്ടികളുണ്ട് കേട്ടോ. എല്ലായിടവും ഫില്ലാണ്. എന്തോ 1-2 റൂമേ മേളിൽ ഇതായിട്ട് കിടക്കുന്നുള്ളൂ, ഒഴിവായിട്ട് കിടക്കുന്നുള്ളൂ. താഴെ ഫുള്ള് റൂം ഫില്ലാണ്. അതാണ് ഞങ്ങൾക്ക് മേളിൽ റൂം കിട്ടിയത്. അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ഒരുപാട് പേര് ചോദിച്ചു കേട്ടോ, എന്താ വീഡിയോസൊന്നും ഇടാത്ത, എന്ത് പറ്റി എന്നൊക്കെ ചോദിച്ചു. ചിലർ കളിയാക്കിക്കൊണ്ട് ചോദിച്ചു, എന്താ നിർത്തിയോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇനി നല്ല 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 വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ. എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യണം. പൊന്നുകുട്ടിക്കും കണ്ണൻകുട്ടനും വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ. അപ്പോൾ ഇനി വീട്ടിൽ വന്നിട്ടുള്ള വീഡിയോസും കാര്യങ്ങളും എല്ലാം ഇടുന്നതായിരിക്കും. പൊന്നുകുട്ടി സ്കൂളിൽ പോയി കേട്ടോ. എന്നും പൊന്നുകുട്ടി സ്കൂളിൽ പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ വലിയ ഹെൽത്ത് ഇഷ്യൂസൊന്നും ഇല്ലായിരുന്നു. ഒന്ന് ഡീറ്റെയിൽ ചെക്കപ്പിനൊക്കെ വേണ്ടി അഡ്മിറ്റ് ആയതാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യണം. ഇങ്ങനെ പറ. ഷെയറും ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. സപ്പോർട്ടെന്ന് പറ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. ബൈ.